ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് കാട്ടിക്കൂട്ടുന്നതൊന്നും തന്നെ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം തന്നെ കോൺഗ്രസിനെ അടിക്കടി ഇല്ലാതാക്കുന്നതുമാണ്. ഇവിടെ കോൺഗ്രസ് തരൂരിനെതിരെ വടിയെടുത്ത് പിന്നാലെ കൂടുന്നില്ല. തരൂർ പറയുന്നത് പറഞ്ഞു പോകട്ടെ എന്ന മട്ടിൽ മൗനം പാലിക്കുകയാണ്, ഒന്നിനെയും ഗൗനിക്കാതെ. കഴിഞ്ഞ ദിവസം കൂടി ലണ്ടനിൽ പോയി മോദി സ്തുതി പാടി മോദി ഭരണം കഴിഞ്ഞ 78 വർഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നും ദേശീയത ഊട്ടി ഉറപ്പിക്കാനായി എന്നൊക്കെയാണ് തരൂർ സ്തുതി പാടിക്കൊണ്ട് പറയുന്നത്. അതേസമയം തന്നെ നെഹ്റു കുടുംബത്തെ BJP-ക്കാർ വിമർശിക്കുന്നതിനേക്കാൾ അതിരൂക്ഷമായ രൂപത്തിലാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. ഇന്ദിരയുടെ ഇന്ത്യയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില്ലറ പുകിലൊന്നുമല്ല ഈ തരൂർ ഉണ്ടാക്കി തീർക്കുന്നത്. തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരുമോ എന്ന് ചോദിച്ച് AICC പോയി പായ വിരിച്ചു കിടക്കുന്ന തരൂർ ഇതിനിടയിൽ മുഖ്യമന്ത്രിയാകാൻ തനിക്കാണ് ഏറ്റവും അധികം ജനപിന്തുണ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സർവേ റിപ്പോർട്ടുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു മാസമായി തരൂരിൽ തട്ടി കോൺഗ്രസിന് ശക്തമായ ഒരു നിലപാടെടുക്കാൻ പറ്റാതിരിക്കുകയാണ്. പഹൽഗാമിൽ തുടങ്ങി പ്രതിപക്ഷ നേതാവായ രാഹുലിനെ നഖശിഖാന്തം വിമർശിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത കോൺഗ്രസ് നേതാവായി മാറിയിരിക്കുകയാണ് തരൂർ. അങ്ങനെയാകുമ്പോൾ പുറപ്പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരമാണ് എങ്കിലും അതിന് എത്ര നല്ല മരമാണ് എങ്കിലും വെട്ടിക്കളയണമെന്നാണ് പഴമക്കാർ പറയാറ്. എന്നതുപോലെ തന്നെ കോൺഗ്രസ് തരൂരിനെ പുറത്താക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു. ഒരുപക്ഷെ തരൂരിനെ പുറത്താക്കിയാൽ കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം. വീണ്ടും മുഖ്യമന്ത്രി സർവേയിലേക്ക് തന്നെ വന്നാൽ തരൂരിന്റെ ജനപിന്തുണ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതല്ല. BJP ആയാലും CPM ആയാലും ഏതു പാർട്ടിക്കും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിക്കാവുന്ന ഒരു മുഖമായിട്ടാണ് തരൂർ തന്നെ ഇപ്പോൾ ഒരു സർവേയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് കേരളത്തിൽ അതിന്റെ അതിവേഗ ബഹുദൂര വികസനത്തിലൂടെ ജനപിന്തുണ നേടിയ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തരൂറിനെ ഞെട്ടിച്ചുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, അതിനു പോന്ന മികവാർന്ന പ്രവൃത്തി കാഴ്ചവെക്കണമെന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. അതായത് യമനിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മനെയും കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ കേരളത്തിന്റെ ഗവർണറെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു നിമിഷപ്രിയയുടെ മോചനം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവസാന നിമിഷം മറിയാമ്മ ഉമ്മൻ ചാണ്ടി ഉമ്മനെയും കൂട്ടി ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്നാൽ മോദി സ്തുതിപാലകനായി വിശ്വപൗര പട്ടവും ചാർത്തി നടക്കുന്ന മുഖ്യമന്ത്രി മോഹിയായ തരൂർ ഈ വിഷയത്തിൽ ഒരു ചെറുവിരൽ അനക്കം നടത്തിയിട്ടില്ല. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഭിലാഷത്തിന് വേണ്ടി മറിയാമ്മ ഉമ്മൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തരൂർ ഞെട്ടുകയാണ് എന്ന് പറയാനും കാരണം.